ക്വസ്റ്റ്യൻ കോഡ് 78/2023 ട്രേഡ്സ്മാൻ മേസണറി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കാറ്റഗറി ഓഫ് വർക്ക് പ്ലേസ് ഹസാർഡ്സ്? വർക്ക് പ്ലേസ് ഹസാർഡ്സിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: കെമിക്കൽ ഹസാർഡ്, എർഗോണോമിക് ഹസാർഡ്സ്, ഫിസിക്കൽ ഹസാർഡ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. രണ്ടാമത്തെ ചോദ്യം, ദി ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ്ഡ് ടു പുട്ട് ഔട്ട് ഫയേഴ്സ് ദാറ്റ് ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം ഇലക്ട്രിക്കൽ സോഴ്സ്. ഇലക്ട്രിക്കൽ സോഴ്സിൽ നിന്ന് വരുന്ന ഫയർ ഏതിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ സോഴ്സിൽ നിന്ന് വരുന്നത് ക്ലാസ് സി ഫയർ ആണ്, ഓപ്ഷൻ സി. മൂന്നാമത്തെ ചോദ്യം, ദി ABCs ഓഫ് ഫസ്റ്റ് എയ്ഡ് റെഫർ ടു എയർവേ, ബ്രീത്തിങ് ആൻഡ് ഓപ്ഷൻ എ ആണ് ആൻസർ, സർക്കുലേഷൻ. ഓപ്ഷൻ എ സർക്കുലേഷൻ. നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ്ലി നീഡഡ് ഫോർ ദി പ്ലാന്റ്സ് ഫോർ ദെയർ സർവൈവൽ? പ്ലാന്റ്സിന് സർവൈവലിന് വേണ്ടി ആവശ്യമായത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എ നൈട്രജൻ എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നൈട്രജൻ എന്നാണ് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഡൗട്ട് വരാവുന്ന ഒരു ചോദ്യമാണ് അത്. അഞ്ചാമത്തെ ചോദ്യം, ദി ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം പ്ലാന്റ്സ് ത്രൂ സീരീസ് ഓഫ് ഓർഗാനിസംസ് ഈസ് റെഫർഡ് ടു അസ്. പ്ലാന്റ്സിൽ നിന്നും സീരീസ് ഓഫ് ഓർഗാനിസത്തിലേക്ക് ഫുഡ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓപ്ഷൻസ്: ഫുഡ് വെബ്, ഫുഡ് ചെയിൻ, കൺസ്യൂമർ, ബി പ്രൊഡ്യൂസർ. ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി, ഫുഡ് ചെയിൻ ആണ്, ഫുഡ് ചെയിൻ. ആറാമത്തെ ചോദ്യം, ദി ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹെൽപ്സ് ടു ഡ്രോ സ്മൂത്ത് കർവ് പാസിംഗ് ത്രൂ എനി ഗിവൺ പോയിൻറ്റ് ഈസ് എ. ആറാമത്തെ ചോദ്യം, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹെൽപ്സ് ടു ഡ്രോ സ്മൂത്ത് കർവ് പാസിംഗ് ത്രൂ എനി ഗിവൺ പോയിൻറ്റ്. ഓപ്ഷൻ സി, ഫ്ലെക്സിബിൾ കർവ് ആണ്. ഓപ്ഷൻ സി, ഫ്ലെക്സിബിൾ കർവ്. നെക്സ്റ്റ്, സെലക്ട് ദി കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു IS 11664/1986, after the completion of drawing sheet should be folded properly in the following procedures. പ്രൊസീജിയേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് A 1 2 3 ആൻഡ് 4. ആദ്യം വെർട്ടിക്കലി ഫോൾഡ് ചെയ്യണം, അതിനുശേഷം ഹൊറിസോണ്ടൽ ഫോൾഡ് ചെയ്യണം, അതിനുശേഷം അതിനെ ഫയലിൻ്റെ സൈസിലേക്ക്, സാധാരണ നമ്മൾ പറയുന്നത് A4 പേപ്പറിൻ്റെ സൈസിലേക്ക് അത് ഫോൾഡ് ചെയ്തെടുക്കണം. ടൈറ്റിൽ ബ്ലോക്ക് ഫ്രണ്ടിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്. എട്ടാമത്തെ ചോദ്യം, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, സിംഗിൾ സ്റ്റോക്ക് ലെറ്റേഴ്സ് മേ ബി എയ്തർ വെർട്ടിക്കൽ ഓർ ഇൻക്ലൈൻഡ്. ബി, സർക്കുലർ പൊസിഷൻസ് ഓഫ് വെർട്ടിക്കൽ ലെറ്ററിംഗ് ബിക്കം എലിപ്റ്റിക്കൽ ഇൻ ഇൻക്ലൈൻഡ് ലെറ്ററിംഗ്. അത് രണ്ടും കറക്റ്റാണ്. എട്ടിൻ്റെ ഓപ്ഷൻ സി ആണ് റോങ് ആയിട്ട് വരുന്നത്. ഓൺ എ ഡ്രോയിങ് മിക്സ് വെർട്ടിക്കൽ ലെറ്ററിംഗ് വിത്ത് ഇൻക്ലൈൻഡ് ലെറ്ററിംഗ്. അങ്ങനെ ചെയ്യാറില്ല. മിക്സ് വെർട്ടിക്കൽ ലെറ്ററിംഗ് വിത്ത് ഇൻക്ലൈൻഡ് ലെറ്ററിങ്സ് നമ്മൾ മിക്സ് ചെയ്യത്തില്ല. ഒൻപതാമത്തെ ചോദ്യം, വിച്ച് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷനിങ് ഈസ് യൂസ്ഡ് വെൻ നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഓഫ് എ പാർട്ട് ഹാവ് എ കോമൺ ഡാറ്റം ഫീച്ചർ. കോമൺ ഡാറ്റം ഫീച്ചർ വരുന്ന ഡയമെൻഷനിങ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ ഡാറ്റം ഫീച്ചർ വരുന്ന ഡയമെൻഷനിങ് മെത്തേഡിനെയാണ് പാരലൽ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. പാരലൽ ഡയമെൻഷനിങ്. പത്താമത്തെ ചോദ്യം, ദി പാത്ത് ഡിസ്ക്രൈബ്ഡ് ബൈ എ പോയിൻറ്റ് മൂവിങ് ഇൻ എ പ്ലെയിൻ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ് ഈസ്. ഒരു പോയിൻ്റ് പ്ലെയിനിലൂടെ ഫിക്സഡ് ഡിസ്റ്റൻസ്, ഫിക്സഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു ഫിക്സഡ് പോയിൻറ്റിൽ നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസ് മാറി ഒരു പോയിൻ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന പാത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡി, സർക്കിൾ ആണ്. ഓപ്ഷൻ ഡി, സർക്കിൾ.
11ാമത്തെ ചോദ്യം, ദി ആക്ച്വൽ ലെങ്ത് ഓഫ് വോൾ ഈസ് 3 മീറ്റർ represented by 6 meter length on drawing, then the RF is equal to length of object in drawing divided by actual length of object എന്നാണ്. ഇവിടെ ആൻസർ വരുന്നത് എ ആണ് പ്രൊവിഷണൽ കീയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് 6 mm ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് 3 മീറ്റർ ആണ്. 3 മീറ്റർ എന്നുള്ളതിനെ നമുക്ക് 3000 മില്ലിമീറ്റർ എന്ന് എഴുതാം. 3000 മില്ലിമീറ്റർ. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 6 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 500 എന്ന് വരും. ഇവിടെ 1 വരും. 1/500 ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12ാമത്തെ ചോദ്യം, സ്കെയിൽ വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് മെഷർ ആംഗിൾസ് ഓഫ് എനി മാഗ്നിറ്റ്യൂഡ് ഈസ് നോൺ ആസ്. ഏത് മാഗ്നിറ്റ്യൂഡിലെ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് സ്കെയിൽ ഓഫ് കോഡ്സ്. ഓപ്ഷൻ സി സ്കെയിൽ ഓഫ് കോഡ്സ് ആണ് 12. 13ാമത്തെ ചോദ്യം, ഫോർ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് വിച്ച് ഗ്രേഡ് പെൻസിൽ ഈസ് പ്രിഫേർഡ്. ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് HB പെൻസിൽ. ഓപ്ഷൻ എ ആണ് HB പെൻസിൽ. 14ാമത്തെ ചോദ്യം, ദി ജോമെട്രിക് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ഒബ്റ്റൈൻഡ് ഓൺ ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വെൻ ദി പ്രൊജക്ടേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. പ്രൊജക്ടേഴ്സ് പാരലലും ആയിരിക്കണം, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലറും ആയിരിക്കണം. ഇത്തരം പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 14 ഓപ്ഷൻ ബി. 15ാമത്തെ ചോദ്യം, ഫ്രം ദി ബിലോ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഈസ് നോട്ട് കറക്റ്റ് ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി ഒബ്ജക്റ്റ് ഈസ് അസ്യൂംഡ് ടു ബി സിറ്റുവേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. അത് ശരിയാണ്. ഒബ്ജക്റ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അതും ശരിയാണ്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും ഒബ്സർവറിനും ഇടയിലാണ് ഒബ്ജക്റ്റ് കാണപ്പെടുന്നത്. ഫ്രണ്ട് വ്യൂ വിൽ ബി എബവ് ദി XY ലൈൻ. എലിവേഷൻ നമ്മൾ മുകളിലാണ് വരയ്ക്കുന്നത്. ഫ്രണ്ട് വ്യൂ മുകളിലാണ് വരയ്ക്കുന്നത്. ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഈസ് ഇൻ ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് ദി ഒബ്ജക്റ്റ്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഒബ്സർവറിനും ഒബ്ജക്റ്റിനും ഇൻ ബിറ്റ്വീൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡി ആണ്. ഓപ്ഷൻ ഡി. 16ാമത്തെ ചോദ്യം, ഇഫ് എ പോയിന്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി തേർഡ് ക്വാഡ്രൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റിലാണ് പോയിന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ദി ഡിസ്റ്റൻസ് ഓഫ് ടോപ്പ് വ്യൂ ഫ്രം XY ലൈൻ ഈസ് ഈക്വൽ ടു ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം. തേർഡ് ക്വാഡ്രൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന പോയിൻറ്റിൻ്റെ, ഇതാണ് തേർഡ് ക്വാഡ്രൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന പോയിൻ്റ്. ആ ഒരു പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവിലെ ഡിസ്റ്റൻസ് ഫ്രം XY ലൈൻ, അതായത് XY ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോപ്പ് വ്യൂവിലെ ഡിസ്റ്റൻസ് ഫ്രം XY ലൈൻ സൂചിപ്പിക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം പ്ലെയിൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അപ്പോൾ ഈ പോയിന്റിലേക്ക് ഉള്ള ടോപ്പ് വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കുമ്പം ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നുമുള്ള ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. 17ാമത്തെ ചോദ്യം, എ പോളിഹീഡ്രൺ ഹാവിങ് എ പ്ലെയിൻ ഫിഗർ ആസ് എ ബേസ്. ബേസ് പ്ലെയിൻ ഫിഗറും ആൻഡ് നമ്പർ ഓഫ് ട്രയാങ്കുലർ ഫേസസ് മുകളിലേക്കും വരുന്ന ഇത്തരത്തിലുള്ള ഫിഗേഴ്സിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ പിരമിഡ് ആണ് ആൻസർ. 18ാമത്തെ ചോദ്യം, ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ദി ഐസോമെട്രിക് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഫോർ ഷോർട്ടൻഡ് ടു ടൈംസ് ദാറ്റ് ഓഫ് ട്രൂ ലെങ്ത്. ഐസോമെട്രിക് ലെങ്ത് എത്രത്തോളം ചെറുതാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.82 ടൈംസ് ആണ്. 19ാമത്തെ ചോദ്യം, ഇൻ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ഇഫ് ദി ആക്സിസ് ഓഫ് എ റൈറ്റ് സോളിഡ് ഈസ് പെർപെൻഡിക്കുലർ ടു HP which view will have the true shape of its base. പ്രൊജക്ഷനിൽ ആക്സിസ് ഓഫ് എ റൈറ്റ് സോളിഡ് ഈസ് പെർപെൻഡിക്കുലർ ടു HP. ഹൊറിസോണ്ടൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്സിസ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് വ്യൂ വിൽ ഹാവ് ദി ട്രൂ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ബേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ
ടോപ്പ് വ്യൂവിലാണ് അതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. പെർപെൻഡിക്കുലർ ടു HP ആയതുകൊണ്ട് ടോപ്പ് വ്യൂവിലായിരിക്കും അതിൻ്റെ ഷേപ്പ് കറക്റ്റായി കാണാൻ കഴിയുന്നത്. 20ാമത്തെ ചോദ്യം, ദി കണ്ടിന്യൂസ് തിൻ റൂൾഡ് ലൈൻസ് വിത്ത് ഷോർട്ട് സിക്സാക്സ്. കണ്ടിന്യൂസ് തിൻ ലൈൻസ് വിത്ത് ഷോർട്ട് സിക്സാക്സ് ഇതിനെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോങ് ബ്രേക്ക് ലൈൻസ് ആണ്. ലോങ് ബ്രേക്ക് ലൈൻസ്. കണ്ടിന്യൂസ് തിൻ റൂൾഡ് ലൈൻസ് വിത്ത് ഷോർട്ട് സിക്സാക്സ് നമ്മൾ വരയ്ക്കും. അത് എന്ന് പറയുന്നത് ലോങ് ബ്രേക്ക് ലൈൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. 21ാമത്തെ ചോദ്യം, ദി സ്പെഷ്യൽ മെത്തേഡ്സ് വിച്ച് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദി റിമൂവൽ ഓഫ് കളർ, ഓർഡർ ആൻഡ് ടേസ്റ്റ് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആർ. ഓർഡറും കളറും ടേസ്റ്റും റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എയറേഷൻ കൊടുത്തിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് ബൈ ആക്ടിവേറ്റഡ് കാർബൺ, യൂസ് ഓഫ് കോപ്പർ സൾഫേറ്റ്. ഇതിൽ ആൻസർ വരുന്നത് 1, 2 ആൻഡ് 3 മൂന്നും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എയറേഷൻ, ട്രീറ്റ്മെൻറ്റ് ബൈ ആക്ടിവേറ്റഡ് കാർബൺ, യൂസ് ഓഫ് കോപ്പർ സൾഫേറ്റ്. 22ാമത്തെ ചോദ്യം, വാട്ടർ റിക്വയർമെൻറ്റ് ഫോർ എ വർക്കർ ഇൻ എ ഫാക്ടറി ഇൻ ലിറ്റേഴ്സ് പെർ ഡേ. ഒരു ഫാക്ടറിയിലെ വർക്കറിന് വേണ്ടുന്ന വാട്ടർ റിക്വയർമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 50 ലിറ്റേഴ്സ് പെർ വർക്കർ പെർ ഡേ ആണ് വേണ്ടിവരുന്നത്. 50 LPCD 50 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. 50. 23ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടറിൽ ഏറ്റവും മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഗ്രാവിറ്റി സിസ്റ്റമാണ്. ഗ്രാവിറ്റി സിസ്റ്റം. നെക്സ്റ്റ്, ദി ഫിനോമിനൻ ഓഫ് സെറ്റിംഗ് ഡൗൺ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ടാങ്ക് ഡ്യൂറിങ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ സി ഹൈഡ്രോളിക് സബ്സിഡൻസ് ആണ്. ഹൈഡ്രോളിക് സബ്സിഡൻസ്. 25ാമത്തെ ചോദ്യം, ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ദി പൈപ്സ് ഓഫ് ലാർജ് ഡയമീറ്റർ യൂസ്ഡ് ടു കൺവേയിങ് വാട്ടർ ഫ്രം ദി റിസർവോയർ ടു ടർബൈൻസ് ആർ കോൾഡ്. റിസർവോയറിൽ നിന്നും ടർബൈനിലേക്ക് കൊണ്ടുപോകുന്ന ലാർജ് ഡയമീറ്റർ പൈപ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെൻസ്റ്റോക്സ്. അതിനെ വിളിക്കുന്ന പേരാണ് പെൻസ്റ്റോക്സ്. 26ാമത്തെ ചോദ്യം, ഇഫ് ദി ഡീഫോർമേഷൻ കണ്ടിന്യൂസ് ഈവൻ വെൻ ദി ലോഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും അവിടെ ഡീഫോർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. ആ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ക്രീപ്പ്. പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേര് ക്രീപ്പ് എന്നാണ്. 27ാമത്തെ ചോദ്യം, ഇൻ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ റോക്സ് സ്ലേറ്റ് കംസ് വിച്ച് ടൈപ്പ്. സ്ലേക്ക് ഏത് ടൈപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ലേറ്റ് അർജിലേഷ്യസ്. കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ അർജിലേഷ്യസ് ടൈപ്പാണ് സ്ലേറ്റ് വരുന്നത്. 28ാമത്തെ ചോദ്യം, ഇൻ സ്റ്റോൺ ആർച്ചസ് ഹൗ പ്ലേസിംഗ് ദി നാച്ചുറൽ ബെഡ് ഓഫ് സ്റ്റോൺ. ആർച്ചുകളിൽ നാച്ചുറൽ ബെഡ് ഓഫ് സ്റ്റോൺ റേഡിയൽ ആയിട്ടാണ് വരേണ്ടത്. ആർച്ചുകളിൽ നാച്ചുറൽ ബെഡ് ഓഫ് സ്റ്റോൺ റേഡിയലി ആണ് വരേണ്ടത്. 29ാമത്തെ ചോദ്യം, ദി പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് സ്റ്റോൺസ് ഫ്രം ദി നാച്ചുറൽ റോക്ക് ബെഡ് ഈസ് നോൺ ആസ്. നാച്ചുറൽ റോക്ക് ബെഡിൽ നിന്നും സ്റ്റോൺസ് നമ്മൾ എടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ക്വാറിയിങ് എന്നാണ്. ക്വാറിയിങ്. 30ാമത്തെ ചോദ്യം, ഇൻ ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺസ് വിച്ച് ടൈപ്പ് മേക്ക് എ മാർജിൻ ഓഫ് 20 mm വിഡ്ത്ത് ഈസ് സങ്ക് ഓൺ ഓൾ എഡ്ജസ് ഓഫ് സ്റ്റോൺ. എല്ലാ സൈഡിലും 20 mm നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ, അതായത് 20 mm വിഡ്ത്തിൽ ഒരു ഫെറോ പോലെ അല്ലെങ്കിൽ സങ്ക് ചെയ്ത് താഴേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫിനിഷിനെ വിളിക്കുന്ന പേര് ഫറോഡ് ഫിനിഷ് എന്നാണ്. എല്ലാ സൈഡിലും കാർവ് ചെയ്യുന്ന ഒരു 20 mm ഗ്യാപ്പിൽ കാർവ് ചെയ്യുന്ന ആ ഒരു ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോണിനെ വിളിക്കുന്ന പേരാണ് ഫറോഡ് ഫിനിഷ്. 31ാമത്തെ ചോദ്യം, ഇൻ മാനുഫാക്ചർ പ്രോസസ് ഓഫ് ടെറാക്കോട്ട ബേണിംഗ് ദി ഡ്രൈഡ് പ്രോഡക്ട്സ് ഇൻ വിച്ച് ഫർണസ്. ടെറാക്കോട്ടയിൽ വരുന്ന ഫർണസ്, ടെറാക്കോട്ടയുടെ മാനുഫാക്ചറിൽ വരുന്ന ഫർണസ് ആണ് മഫിൾ ഫർണസ്. മഫിൾ ഫർണസ്. 32ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ ഗ്രേഡ് ബ്രിക്ക്. എ ഗ്രേഡ് ബ്രിക്കിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 7 to 14 kN എന്നാണ്. എ ഗ്രേഡ് ബ്രിക്കിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് 7 to 14 kN എന്നാണ് തന്നിരിക്കുന്നത്. 33ാമത്തെ ചോദ്യം,
ഹീറ്റിംഗ് ദി ലൈം ടു റെഡ്നെസ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ ഈസ് നോൺ ആസ്. ലൈം റെഡ് ആവുന്നത് വരെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ. ഇൻ കോമ്പോസിഷൻ ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് സിലിക്ക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 22% ആണ്. പെർസെൻറ്റേജ് ഓഫ് സിലിക്ക ഈസ് 22%. 35-ാമത്തെ ചോദ്യം, ഇൻ സിമെൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ് ആഫ്റ്റർ ബേണിംഗ് റോ മെറ്റീരിയൽ ഇൻ ഹൈ ടെമ്പറേച്ചർ. റോ മെറ്റീരിയൽ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പം എന്താണ് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിങ്കേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. വാട്ട് ഈസ് ദി സൈസ് ഓഫ് സ്ലംബ് കോൺ യൂസ്ഡ് ഫോർ സ്ലംബ് ടെസ്റ്റ്. സ്ലംബ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന സ്ലംബ് കോണിൻ്റെ ഡയമെൻഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ബോട്ടം ഡയമീറ്റർ 20 ആണ്. ടോപ്പ് ഡയമീറ്റർ 10 ആണ്. സൈഡ് വരുന്ന ഹൈറ്റ് വരുന്നത് 30 ആണ്. അപ്പോൾ 20/10/30 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 37-ാമത്തെ ചോദ്യം, ഇൻ കോൺക്രീറ്റ് ആഫ്റ്റർ കൺസോളിഡേഷൻ presents 5% voids, then how much strength reduces. 5% voids ഉണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 30% ആണ് ആൻസർ. 38-ാമത്തെ ചോദ്യം, ഫ്രം ദി ഫോളോയിങ് വിച്ച് ഡിഫക്റ്റ് ഒക്വർ ഡ്യൂ ടു സീസണിങ് ഓഫ് ടിമ്പർ. സീസണിങ് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഹണി കോമ്പിംഗ് ആണ് ആൻസർ. 38 സി, ഹണി കോമ്പിംഗ് ആണ് സീസണിങ് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ്. 39-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ വിത്തൗട്ട് യൂസിങ് എനി പ്രിസർവേറ്റീവ്സ്. പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാതെയുള്ള ട്രീറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ചാറിങ് ആണ്. ചാറിങ്. ഫ്രം ദി ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രിയൽ ടിമ്പർ. 40-ാമത്തെ ചോദ്യം, ഇൻഡസ്ട്രിയൽ ടിമ്പർ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കാൻഡലിംഗ് ആണ്. സ്കാൻഡലിംഗ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. സ്കാൻഡലിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. നെക്സ്റ്റ് 41-ാമത്തെ ചോദ്യം, ഫ്രം ദി ഫോളോയിങ് വിച്ച് വൺ ഈസ് എ ഫെറസ് മെറ്റൽ. ഫെറസ് മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോട്ട് അയൺ. അയൺ ഒരു ഫെറസ് മെറ്റൽ ആണ്. അപ്പോൾ റോട്ട് അയൺ ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത്. 42-ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ. കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും അലോയ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രോൺസ് ആണ്. കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും അലോയ് ബ്രോൺസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായി വന്നിരിക്കുന്നത്. 43-ാമത്തെ ചോദ്യം, അറ്റ് വാട്ട് ടെമ്പറേച്ചർ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് സെറ്റ് പെർമനൻ്റ്ലി. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് പെർമനൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 127 to 177 ഡിഗ്രി ആണ് ആൻസറായി വരുന്നത്. നെക്സ്റ്റ് 44-ാമത്തെ ചോദ്യം, ദി വെഹിക്കിൾ ഓർ കാരിയർ ഓഫ് ഓയിൽ ബോൺ പെയിൻറ്റ് ഈസ്. ഓയിൽ പെയിൻറ്റിൻ്റെ വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ലിൻസീഡ് ഓയിലാണ്. വിച്ച് ടാർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിസ്റ്റിലിംഗ് ബിറ്റുമിനസ് ഷെയിൽസ്. ബിറ്റുമിനസ് ഷെയിൽസിനെ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ടാർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി മിനറൽ ടാർ ആണ്. ഓപ്ഷൻ ബി മിനറൽ ടാർ. 46-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് പ്രോസസ് ഇൻ വിച്ച് റോ വാട്ടർ ഈസ് റീറ്റൈൻഡ് ഫോർ സം ടൈം ക്വസൻറ്റ് ഇൻ ബേസിൻ ഫോർ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആർ സെറ്റിൽഡ് ബൈ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. ഒരു ടാങ്കിലേക്ക് കുറേ നേരത്തേക്ക് വാട്ടറിനെ കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പം പാർട്ടിക്കിൾസ്, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യും. അതിനെ വിളിക്കുന്ന പേര് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത്. 47-ാമത്തെ ചോദ്യം, വിച്ച് ട്രാപ്പ് ഈസ് പ്രൊവൈഡിങ് അറ്റ് ലാസ്റ്റ് ഓഫ് ദി ഹൗസ് ഡ്രെയിനേജ് ലൈൻ ബിഫോർ കണക്റ്റിംഗ് ടു മെയിൻ സീവർ. മെയിൻ സീവറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുൻപായി ഹൗസ് സീവറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്ന ട്രാപ്പിനെ വിളിക്കുന്ന പേര് ഏത് ട്രാപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഇൻ്റർസെപ്റ്റിംഗ് ട്രാപ്പാണ് വരുന്നത്. ഇൻ്റർസെപ്റ്റിംഗ് ട്രാപ്പ്. 48-ാമത്തെ ചോദ്യം, വൈൽ ഡിസൈനിങ് സെപ്റ്റിക് ടാങ്ക് ഡെപ്ത് വാട്ട് ഈസ് ദി റേഞ്ച് ഓഫ് ഫ്രീ ബോർഡ് ടേക്കിംഗ്. ഫ്രീ ബോർഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സെപ്റ്റിക് ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ വരുന്ന ഫ്രീ ബോർഡ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 40 സെൻറ്റിമീറ്റർ ടു 60 സെൻറ്റിമീറ്റർ ആണ്. 40 to 60 സെൻറ്റിമീറ്റർ. 49-ാമത്തെ ചോദ്യം, ഇൻ യൂറോപ്യൻ ടൈപ്പ് വാട്ടർ ക്ലോസറ്റ് വാട്ട് ഈസ് ദി മിനിമം ഡെപ്ത് ഓഫ് വാട്ടർ സീൽ ഇൻ ദി ട്രാപ്പ്.
യൂറോപ്യൻ ടൈപ്പ് വാട്ടർ ക്ലോസറ്റിലെ മിനിമം വാട്ടർ സീൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 45 mm. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 50ാമത്തെ ചോദ്യം, എ പൈപ്പ് വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദി ഹൗസ് ഡ്രെയിനേജ് ടു പ്രിസർവ് ദി വാട്ടർ സീൽ ഈസ് നോൺ ആസ്. വാട്ടർ സീൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റി സൈഫോണേജ് പൈപ്പാണ്. ആൻറ്റി സൈഫോണേജ് പൈപ്പ്. സിംഗിൾ വെർട്ടിക്കൽ സോയിൽ പൈപ്പ് ഫിക്സഡ് ആൻഡ് ഓൾ ദി വേസ്റ്റ് മാറ്റർ ഫ്രം ബാത്ത്സ്, കിച്ചൺസ്, വാട്ടർ ക്ലോസറ്റ് എക്സെട്ര ഡിസ്ചാർജ്ഡ് ഇൻ ടു ഇറ്റ്. ഇൻ അഡീഷൻ ഓൾസോ ആക്ട് ആസ് വെൻഡ് പൈപ്പ്. അത് തന്നെ വെൻഡ് പൈപ്പായിട്ടും ആക്ട് ചെയ്യുന്നു. അങ്ങനെ വരുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. സോ വേസ്റ്റും വെൻഡ് പൈപ്പും ഒരേ പൈപ്പ് തന്നെ വരുന്നതാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഒറ്റ പൈപ്പേ ഉള്ളൂ. 52ാമത്തെ ചോദ്യം, വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂംസ്, കിച്ചൺസ് എക്സെട്ര നോൺ ആസ്. ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടറിനെ വിളിക്കുന്ന പേര് എന്താണ്? സള്ളേജ്. സള്ളേജ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത്. 53ാമത്തെ ചോദ്യം, when one pipe slipped into the socket or bell of preceding pipe, this type of pipe joint is known as. ഒരു പൈപ്പ് മറ്റൊരു പൈപ്പിലേക്ക് സ്ലിപ്പ് ചെയ്ത് കയറ്റിയിരിക്കുന്നു. ആ ഒരു ജോയിൻറ്റിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പൈഗോട്ട് ജോയിൻ്റ് ആണ്. സ്പൈഗോട്ട് ജോയിൻറ്റ്. ഇൻ വാട്ടർ presence of inorganic substances like clay, sand, silt etc. ക്ലേ, സാൻഡ്, സിൽറ്റ് ഒക്കെ ഏത് ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഇമ്പ്യൂരിറ്റി ആണ്. ഫിസിക്കൽ ഇമ്പ്യൂരിറ്റി. 55ാമത്തെ ചോദ്യം, എ റൈറ്റ് ആംഗിൾഡ് സ്ലീവ് ഓഫ് ബ്രാസ് ഓർ ഗൺ മെറ്റൽ ജോയിൻഡ് ടു ആൻ ഓപ്പണിംഗ് ഡ്രിൽഡ് ഇൻ ദി വാട്ടർ മെയിൻ ഫോർ ഗിവിംഗ് വാട്ടർ കണക്ഷൻ കോൾഡ്. റൈറ്റ് ആംഗിൾഡ് ഷേപ്പിലുള്ളൊരു സ്ലീവ് ബ്രാസ് അല്ലെങ്കിൽ ഗൺമെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു അപ്പർട്ടനൻ്റ് ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 55ാമത്തേത് ഫെറ്റ്യൂൾ എന്നാണ് അതിൻ്റെ പേര്. റൈറ്റ് ആംഗിൾ ഷേപ്പിൽ വരുന്ന, ഇത്തരത്തിൽ റൈറ്റ് ആംഗിൾ ഷേപ്പിൽ വരുന്ന ഒരു പാർട്ടാണിത് ഫെറ്റ്യൂൾ. 56ാമത്തെ ചോദ്യം, the piles are driven at an inclination to resist large horizontal inclined forces. ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ ബി ബാറ്റർ പൈലാണ്. ഇൻക്ലൈൻഡ് പൈൽസ് ആണ് ബാറ്റർ പൈൽസ്. 57ാമത്തെ ചോദ്യം, ദി സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ഹാർഡ് റോക്ക് ഈസ് എബവ് 200 tons per meter square. എബവ് 200 tons per meter square ആണ് ഹാർഡ് റോക്കിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. 58ാമത്തെ ചോദ്യം, വിച്ച് ഷോറിംഗ് കൺസിസ്റ്റ് ഓഫ് ഇൻക്ലൈൻഡ് സപ്പോർട്ട് പ്രൊവൈഡഡ് ഓൺ ആൻ അൺസേഫ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ എക്സ്റ്റേണലി. ഒരു ഇൻക്ലൈൻഡ് സപ്പോർട്ട്, ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ റാക്കിംഗ് ഷോറാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. 59ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി സെമി റിജിഡ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ DPC. ഡാം പ്രൂഫ് കോഴ്സിൽ ഉപയോഗിക്കുന്ന സെമി റിജിഡ് മെറ്റീരിയൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. DPCയിൽ ഉപയോഗിക്കുന്ന സെമി റിജിഡ് മെറ്റീരിയൽ മാസ്റ്റിക് അസ്ഫോൾട്ട്. മാസ്റ്റിക് അസ്ഫോൾട്ട് ആണ് സെമി റിജിഡ് മെറ്റീരിയൽ. 60ാമത്തെ ചോദ്യം, വിച്ച് ബോണ്ട് കംപ്രൈസസ് ഓഫ് 1 കോഴ്സ് ഓഫ് ഹെഡർ ടു 2 or 5 കോഴ്സസ് ഓഫ് സ്ട്രെച്ചേഴ്സ്. കോഴ്സസ് ഓഫ് സ്ട്രെച്ചേഴ്സ് ഒരു 2 മുതൽ 5 വരെ സ്ട്രെച്ചേഴ്സിൻ്റെ ലെയർ കഴിഞ്ഞിട്ടൊരു ഹെഡർ കോഴ്സ് വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏത് ബോണ്ടാണ്? അത് ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടാണ്. ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട്. 61ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റോൺ മേസണറി കോമൺലി അഡോപ്റ്റഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സ്റ്റോൺ മേസണറി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോഴ്സ്ഡ് റബിൾ മേസണറി. കോഴ്സ്ഡ് റബിൾ മേസണറി. 62ാമത്തെ ചോദ്യം, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ സ്പ്ലിറ്റിംഗ് സ്റ്റോൺസ്. സ്റ്റോൺസ് സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഗ്യാഡാണ്. ഗ്യാഡാണ് സ്റ്റോൺസ് സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ്. 63ാമത്തെ ചോദ്യം, എ റൗണ്ടഡ് ഓർ സെമി സർക്കുലാർ മൗൾഡിംഗ് പ്രൊവൈഡഡ് ഓൺ ദി എഡ്ജ് ഓഫ് വുഡ് ഈസ്. വുഡിൻ്റെ എഡ്ജിൽ കൊടുക്കുന്ന റൗണ്ടഡ് അല്ലെങ്കിൽ സെമി സർക്കുലാർ മൗൾഡിങ്ങിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ബീഡ് എന്നാണ് അതിനെ പറയുന്നത്. 64ാമത്തെ ചോദ്യം, നെയിം ദി ജോയിസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ വുഡൻ ട്രസ്സസ് അറ്റ് ദി ജംഗ്ഷൻ ഓഫ് സ്ട്രട്സ് ആൻഡ് കിങ് പോസ്റ്റ്. കിങ് പോസ്റ്റിൻ്റെയും സ്ട്രട്സിൻ്റെയും ജംഗ്ഷനിൽ വരുന്ന വുഡൻ ട്രസ്സിൽ ജംഗ്ഷനിൽ വരുന്ന
ജോയിൻറ്റിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോർട്ടൈസ് ആൻഡ് ടണൺ ജോയിൻറ്റ്. മോർട്ടൈസ് ആൻഡ് ടണൺ ജോയിൻ്റ് ആണ്. 65-ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി റേഷ്യോ ഓഫ് ഗ്ലേസ്ഡ് പോർഷൻ ടു ദി പാനൽഡ് പോർഷൻ. ഗ്ലേസ്ഡ് പോർഷനും പാനൽഡ് പോർഷനും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലേസ്ഡ് പോർഷനും പാനൽഡ് പോർഷനും തമ്മിലുള്ള റേഷ്യോ ഓപ്ഷൻ എ 2:1 ആണ്. 2:1. 66-ാമത്തെ ചോദ്യം, ഇൻ വിച്ച് പ്ലേസ് ദി ക്ലെറസ്റ്റോറി വിൻഡോ ഈസ് പ്രൊവൈഡഡ്. ക്ലെറസ്റ്റോറി വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ മെയിൻ റൂഫ് ആൻഡ് ദി വരാന്ത റൂഫ്. നമ്മുടെ മെയിൻ റൂഫ് ഇങ്ങനെ വരുന്നു, ഇത് നമ്മുടെ വോൾ, അതിനുശേഷം ഒരു വരാന്ത റൂഫ് വരുന്നു. ഇതിൻ്റെ ഈ സ്പേസിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന വിൻഡോ. ആ വിൻഡോയെ വിളിക്കുന്ന പേരാണ് ക്ലെറസ്റ്റോറി വിൻഡോ. ദി വിഡ്ത്ത് ഓഫ് ഡോർ ഈസ്. ഡോറിൻ്റെ വിഡ്ത്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ, ഡോറിൻ്റെ വിഡ്ത്തിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. 0.4 to 0.6 ഹൈറ്റാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 68-ാമത്തെ ചോദ്യം, ഫ്രം ദി ഫോളോയിങ് ആർച്ച് വിച്ച് ഹാസ് ദി ഡെപ്ത് അറ്റ് ക്രൗൺ ഈസ് മോർ ദാൻ ദാറ്റ് അറ്റ് ദി സ്പ്രിങ്ങിങ് ലൈൻ. ക്രൗണിൽ വിഡ്ത്ത് കൂടുതൽ വരുന്ന അല്ലെങ്കിൽ ഡെപ്ത് കൂടുതൽ വരുന്ന, ഡെപ്ത് ഓഫ് ആർച്ച് ക്രൗണിൽ കൂടുതലായിട്ട് വരുന്ന ആർച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹോഴ്സ് ഷൂ ആർച്ചാണ്. ഹോഴ്സ് ഷൂ ആർച്ച്. നെക്സ്റ്റ്, ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻട്രഡോസ് ആൻഡ് എക്സ്ട്രഡോസ് ഓഫ് ആർച്ച്. ആർച്ചിലെ ഇൻട്രഡോസും എക്സ്ട്രഡോസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡെപ്ത് ഓഫ് ആർച്ച്. ഓപ്ഷൻ ഡി ഡെപ്ത് ഓഫ് ആർച്ച് ആണ് ആൻസർ. 70-ാമത്തെ ചോദ്യം, ദി ഡിസ്റ്റൻസ് ഓഫ് എംബെഡിങ് ഓഫ് ലിൻറ്റൽ ടു വോൾ. ലിൻറ്റലിൻ്റെ വോളിനുള്ളിലേക്ക് കയറി നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ, ആ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ബിയറിംഗ്. ബിയറിംഗ് എന്നാണ് ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേര്. 71-ാമത്തെ ചോദ്യം, ദി വെനീഷ്യൻ ആർച്ച് ഹാസ്. വെനീഷ്യൻ ആർച്ചിന് എത്ര സെൻറ്റർ ഉണ്ട്? വെനീഷ്യൻ ആർച്ച് 4 സെൻറ്റേർഡ് ആർച്ചാണ്. 72-ാമത്തെ ചോദ്യം, അഡീഷണൽ മൗൾഡിംഗ് പ്രൊവൈഡഡ് അണ്ടർ ദി നോസിംഗ് ടു ഇംപ്രൂവ്. നമുക്കറിയാം ട്രെഡിൻ്റെ അറ്റത്ത് വരുന്ന ഈ ഒരു പോർഷനാണ് നോസിംഗ്. അതിൻ്റെ താഴെ കൊടുക്കുന്ന അഡീഷണൽ പാർട്ട്, നോസിങ്ങിന് സ്ട്രെങ്തും അപ്പിയറൻസിൽ ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സ്കോട്ടിയ. സ്കോട്ടിയ ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്. 73-ാമത്തെ ചോദ്യം, ബൈഫർക്കേറ്റഡ് സ്റ്റെയർ ഈസ് എ. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ ഒരു ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണ്. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്നത് ഒരു ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണ്. 74-ാമത്തെ ചോദ്യം, ദി പ്രോഡക്റ്റ് ഓഫ് റൈസ് ആൻഡ് ട്രെഡ് ഷുഡ് ബി ഇൻ ദി റേഞ്ച് ഓഫ്. റൈസും ട്രെഡും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 400 to 450 mm ആയിരിക്കണം. 400 to 450 mm, 400 to 450 mm ആണ് വരുന്നത്. 75-ാമത്തെ ചോദ്യം, വിച്ച് ഫ്ലോറിംഗ് ഈസ് മെയ്ഡ് വിത്ത് സ്പെഷ്യൽ അഗ്രിഗേറ്റ് ഓഫ് മാർബിൾ ചിപ്സ് മിക്സ്ഡ് വിത്ത് വൈറ്റ് ആൻഡ് കളേർഡ് സിമെൻറ്റ്. കളേർഡ് സിമെൻറ്റും വൈറ്റ് സിമെൻറ്റും അതേപോലെ മാർബിൾ ചിപ്സൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഫ്ലോറിങ്ങിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെറാസോ ഫ്ലോറിംഗ്. ടെറാസോ ഫ്ലോറിംഗ്. നെക്സ്റ്റ് 76-ാമത്തെ ചോദ്യം, ക്യൂൻ പോസ്റ്റ് ട്രസ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ സ്പാൻസ്. ക്യൂൻ പോസ്റ്റ് ട്രസ്സിൻ്റെ സ്പാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 8 to 12 മീറ്റർ സ്പാൻ ആണ് വരുന്നത്. 8 to 12 മീറ്റർ. 77-ാമത്തെ ചോദ്യം, ടൈ ബീം ഈസ് എ. ടൈ ബീം ഒരു ടെൻഷൻ മെമ്പർ ആണ്. ടൈ ബീം ഈസ് എ ടെൻഷൻ മെമ്പർ ആണ്. 78-ാമത്തെ ചോദ്യം, ഹൗ മെനി വെർട്ടിക്കൽ ബാർസ് ആർ പ്രൊവൈഡഡ് ഫോർ സർക്കുലാർ കോളം. സർക്കുലാർ കോളത്തിൽ മിനിമം എത്ര വെർട്ടിക്കൽ ബാർസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 79-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ക്ലിയർ കവർ ഫോർ ഫൗണ്ടേഷൻ സ്ലാബ്സ് ആൻഡ് ബീംസ്. ഫൗണ്ടേഷൻ സ്ലാബിനും ബീമിനും കൊടുക്കേണ്ട ക്ലിയർ കവർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 50 mm ആണ് ആൻസർ. ഓപ്ഷൻ ഡി 50 mm. 80-ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഫോർ മിക്സ് ഓഫ് M20 കോൺക്രീറ്റ്. M20യിൽ വരുന്ന മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20 mm ആണ്. M20യിൽ വരുന്ന മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് 20 mm ആണ്. 81-ാമത്തെ ചോദ്യം, പ്ലാനിംഗ് ഡിസൈൻ
of a building involve some architectural considerations. Which of the following are influence the architecture? ആർക്കിടെക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ദി എബവ്. ഓപ്ഷൻ ഡി ഓൾ ദി എബവ് ആണ് ആൻസർ. എല്ലാ ഫാക്ടേഴ്സും വരും. 82ാമത്തെ ചോദ്യം. വൈൽ പ്ലാനിംഗ് ദി എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എലിവേഷൻ ആൻഡ് ജനറൽ ലേഔട്ട് ഓഫ് ദി പ്ലാൻ ഈസ് കോൾഡ്. എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എലിവേഷൻ, അതിനെ വിളിക്കുന്ന പേര്, എലിവേഷൻ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എലഗൻസ് എന്നാണ് വിളിക്കുന്നത്. 83ാമത്തെ ചോദ്യം. ആസ് പെർ ബിൽഡിംഗ് ഒക്യുപ്പൻസി ഹസാഡസ് ബിൽഡിങ്സ് വരുന്ന ഏത് ഗ്രൂപ്പിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഗ്രൂപ്പ് ഐ ആണ് ഹസാഡസ് ബിൽഡിങ്സ് വരുന്നത്. 84ാമത്തെ ചോദ്യം. എ സ്ട്രോങ് റൂം മേ ബി provided centrally in the building to store valuables is called box room. സെൻട്രലി പ്രൊവൈഡ് ചെയ്യുന്ന വാല്യുബിൾസ് സ്റ്റോർ ചെയ്യാനുള്ള സ്ട്രോങ് റൂമിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ഡി ബോക്സ് റൂം. 85ാമത്തെ ചോദ്യം. ഫോർ എ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഫ്ലോർ ഏരിയ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ടോട്ടൽ ഫ്ലോർ ഏരിയ ഓൺ ഓൾ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. 86ാമത്തെ ചോദ്യം. ആൻ ഇൻ്റർമീഡിയറ്റ് ഫ്ലോർ ഇൻ എനി സ്റ്റോറി ഓവർഹാങ്ങിങ് ആൻഡ് ഓവർലുക്കിംഗ് ദി ഫ്ലോർ ബിനീത്ത് ഈസ് കോൾഡ് മെസനൈൻ ഫ്ലോർ. ദി ലൈനിങ് ഓർ പാനലിംഗ് ഓഫ് വുഡ് ഓൺ ദി ലോവർ പാർട്ട് ഓഫ് മേസണറി വാൾസിൻ്റെ ലോവർ പാർട്ടിൽ കൊടുക്കുന്ന ലൈനിങ് അല്ലെങ്കിൽ പാനലിംഗ് ഓഫ് വുഡ് സേ ഫോർ എ ഹൈറ്റ് ഓഫ് എബൌട്ട് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഇത് കൊടുക്കുന്നത്. ഫ്ലോർ ലെവലിൽ നിന്നും 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുക്കുന്ന ഈ ഒരു ലൈനിങ് അല്ലെങ്കിൽ പാനലിംഗ് ഓഫ് വുഡിനെ വിളിക്കുന്ന പേര് വെയിൻസ്കോട്ട് എന്നാണ് വിളിക്കുന്നത്. 88ാമത്തെ ചോദ്യം. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റെപ്സ് പ്രൊവൈഡഡ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു റീച്ച് ദി പ്ലിന്ത് ലെവൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി എക്സ്റ്റേണൽ ഡോർസ് ഓൺ വരാന്ത ഈസ് ടേംഡ് ആസ്. നമ്മൾ വരാന്തയിൽ കൊടുക്കുന്ന നമ്മുടെ ഫ്ലോറിൻ്റെ ലെവലിലേക്ക് വരാന്തയിൽ നിന്ന് നമ്മുടെ എൻട്രൻസിന് വാതിക്കലൊക്കെ കൊടുക്കുന്ന ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേര് ത്രഷോൾഡ് എന്നാണ്. 89ാമത്തെ ചോദ്യം. ദി ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസ് പ്രൊവൈഡഡ് അറ്റ് സ്യൂട്ടബിൾ ലെവൽസ് ബിറ്റ്വീൻ plinth and cornice to break the monotony of a plane surface improve the appearance is known as. 89 string course ആണ്. നമ്മൾ കോർണിസിൽ കൊടുക്കുന്ന പ്രൊജക്ഷൻസ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന പ്രൊജക്ഷൻ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ പ്രൊവൈഡ് അറ്റ് സ്യൂട്ടബിൾ ലെവൽസ് ബിറ്റ്വീൻ പ്ലിന്തും കോർണിസിനും ഇടയിലായിട്ട് കൊടുക്കുന്ന പ്രൊജക്ഷൻ സ്ട്രിങ് കോഴ്സ് ആണ്. 90ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രൊവൈഡഡ് ഇമീഡിയറ്റ്ലി ബിലോ ദി കോർണിസിന് തൊട്ട് താഴെയായി കൊടുക്കുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്രീസ്. ഓപ്ഷൻ ഡി ഫ്രീസ് ആണ് ആൻസർ. കൺവെർട്ട് -40°C ടു ഫാരൻഹീറ്റ്. -40°C എന്ന് പറയുന്നത് -40 ഫാരൻഹീറ്റിന് ഇക്വലൻ്റ് ആയിരിക്കും. കൺവെർട്ട് ചെയ്യുമ്പോൾ -40 തന്നെയാണ് കിട്ടുന്നത്. 92ാമത്തെ ചോദ്യം. 0.005 ഈസ് ഈക്വലൻ്റ് ടു. 0.005 ഏതിനാണ് ഈക്വലായിട്ട് വരുന്നത്? 0.005 എന്ന് പറയുന്നത് നമുക്ക് എഴുതാം 5/1000 ആണ്. 3 സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 200 വരും. 1/200. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായി വരുന്നത്. 93ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ബ്രിക്സ് റിക്വയർഡ് ഫോർ എ വാൾ ഓഫ് 6 മീറ്റർ ലെങ്ത് 20 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ആൻഡ് 3 മീറ്റർ ഹൈറ്റ്. 6 മീറ്റർ ലെങ്ത് ആണ്. 6 മീറ്റർ ലെങ്ത് എന്ന് പറയുമ്പോൾ അവിടെ 600 സെൻറ്റിമീറ്റർ വരുന്നു. 600 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഇൻറ്റു 3 മീറ്റർ എന്ന് പറയുമ്പോൾ 300 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ ഒരു ബ്രിക്കിൻ്റെ സൈസ് 20/10/10 എന്ന് ഉള്ള സൈസ് എടുക്കുന്നു. അപ്പോൾ 10 സീറോസ് കട്ട് ചെയ്ത് പോകുന്നു. 2 കട്ട് ചെയ്ത് പോകുന്നു. ബാക്കി വരുന്നത് 600 × 3. അപ്പോൾ 1800 1800. ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത്. ഓപ്ഷൻ സി. 94ാമത്തെ ചോദ്യം. RCC വർക്ക് ഫോർ എ ലിൻറ്റൽ റിക്വയർസ് 15 മീറ്റർ അയൺ Fe 415 8 mm ഡയ.
8 mm dia reinforcement bar. Find the weight of steel required in quintal. വെയിറ്റ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ 8 mm ആണ് ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ മാസ് പെർ മീറ്റർ ലെങ്ത് കണ്ടുപിടിക്കാൻ d²/162 എന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ d²/162ൽ നമുക്ക് 1 മീറ്റർ ലെങ്തിൻ്റെ മാസ് കിട്ടും. ഇൻറ്റു നമ്മൾ എത്ര ചെയ്യണം? 15 ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടും. എളുപ്പം തന്നെ കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരത്തുള്ളൂ. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി. അതിനെ ക്വിൻ്റലിലേക്ക് മാറ്റാൻ ലാസ്റ്റ് 100ലേക്ക്, ഇത് കിലോഗ്രാമിലാണ് നമുക്ക് കിട്ടുന്നത്. ക്വിൻ്റലിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡി ഇസ് ദി ഡയമീറ്റർ. ഡി ഡയമീറ്റർ ആണ്, 8 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ട്രയാങ്കുലർ പ്ലോട്ട് ഹാവിംഗ് സൈഡ് 6 മീറ്റർ, 8 മീറ്റർ, 10 മീറ്റർ. ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏരിയ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. വെയർ എസ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. സെമി പെരിമീറ്റർ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ 24 സ്ക്വയർ മീറ്റർ ആണ് ആൻസർ നമുക്ക് കിട്ടേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 96ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഫെറസ് മെറ്റൽസ്. ഫെറസ് മെറ്റൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെറസ് മെറ്റൽസ് ഏതാണെന്ന് ചോദിക്കുന്നു. ഇതിലൊന്നും തന്നെ ഫെറസ് മെറ്റൽസ് ഇല്ല. നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. 96 സി ആണ് ആൻസർ. 97, ഹീറ്റ് ഈസ് മെഷേർഡ് ബൈ. ഹീറ്റ് മെഷർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീറ്റ് ഈസ് മെഷേർഡ് ബൈ കലോറിമീറ്റർ. ഹീറ്റ് മെഷർ ചെയ്യുന്നത് കലോറിമീറ്റർ ഉപയോഗിച്ചാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ ഈക്വൽ ടു 1. 1ന് ഈക്വൽ ആയിട്ട് വരുന്നത് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈൻ 91 ആണ്, കോസ് 01 ആണ്, ടാൻ 45 1 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 98. ഓൾ ഓഫ് ദി എബോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 99ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് മാസ് ആൻഡ് വെയ്റ്റ്. മാസ് എന്ന് പറയുന്നത് വേരി ചെയ്യില്ല. മാസ് ഈസ് കോൺസ്റ്റൻ്റ് അറ്റ് ഓൾ പ്ലേസസ്. വെയ്റ്റ് വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആണ്. 2ഉം 3ഉം ആണ് വരുന്നത്. 99 ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. 100ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്, റിലേറ്റീവ് ഡെൻസിറ്റി, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. രണ്ടും ശരിയായിട്ടാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.